നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഉറങ്ങുന്നവനെ ഉറങ്ങുന്ന ഒരാളുടെ ഭൂതങ്ങൾ തന്ന ഭാഗ്യം. അതാണ് ഈ കഥയുടെ പേര്. ഭൂതങ്ങൾ ഭാഗ്യം തരും എന്ന് തരും ഭൂതങ്ങൾ. ആ ഒരു കഥയാണെന്ന് പറയാൻ പോകുന്നത്. ഭൂതങ്ങൾ തന്ന ഭാഗ്യം. ഇതൊരു നാടോടി കഥ കേട്ടോ. ജപ്പാനിൽ നടന്ന കഥയാണ്. അവിടെ ഓങ്ങ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നല്ലൊരു കൃഷിക്കാരനാണ്, നല്ല അധ്വാനിയാണ്. വളരെ രാവിലെ മുതൽക്ക് അധ്വാനിക്കാൻ തുടങ്ങും. പാടത്ത് പോയി പണിയെടുക്കും, കന്നുകാലികളെ നോക്കും, കൃഷി സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും, തിരിച്ചു വന്ന് വിറക് വെട്ട് അയക്കും ജോലിയാണ്. അതുപോലെ അയാൾക്ക് ആടുകളെ വളർത്തലുണ്ട്, പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് സന്ധ്യ വരെ പണിയെടുക്കും. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് സന്ധ്യ കഴിഞ്ഞാൽ കിടന്നുറങ്ങും. അയാൾക്ക് സുഖമായിട്ട് രാത്രി ഉറങ്ങണം. വെളിച്ചായി എണീറ്റ തൊട്ട് ജോലി തുടങ്ങും. ഇതായിരുന്നു അയാളുടെ ദിനചര്യ. ഓങ്ങിൻ്റെ വീട്ടിൽ ഓങ്ങിനിങ്ങനെ എന്നും പണിയെടുക്കാനേതുള്ളൂ. ഒരു ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ സന്ധ്യ ആവുന്നതിന് മുൻപ് തന്നെ ഓങ്ങിന് വയ്യാന്ന് തോന്നി. എന്തൊരു ക്ഷീണം, ഇനി എനിക്കൊരു ജോലിയും ചെയ്യാൻ വയ്യ. ഞാൻ ഏതായാലും വീട്ടിൽ ചെന്ന് കിടന്ന് ഒന്ന് കുളിക്കണം. ഇത്തിരി ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാം. എന്നിട്ട് എന്തെങ്കിലും ഇത്തിരി കഞ്ഞി കുടിച്ച് ഒരിടത്ത് കിടക്കാം. സ്വൈരായി കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ എന്താ, വീട്ടിൽ ഒരുപാട് അതിഥികൾ വന്നേക്കും. അവർ അങ്ങനെ കണ്ട് കൊച്ചുള്ള പ്രശ്നമൊക്കെ ചെയ്തു ഓങ്ങ അവർക്ക് ഭാര്യയോട് പറഞ്ഞു എല്ലാവർക്കും സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുത്ത് കിടന്നുറങ്ങിക്കൊള്ളുന്നു. ഓങ്ങ് കിടന്നുറങ്ങാനായിട്ട് പോയിട്ടോ മുറിയിലേക്ക്. പക്ഷെ അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഈ അതിഥികളെല്ലാവരും കൂടി അവിടെ പാട്ടും കൂത്തും കാര്യങ്ങളൊക്കെയാണ്. അയാളൊന്നും വേണ്ടാൻ പോയില്ല. അടുത്ത വീട്ടിൽ പോയി. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഏതോ നാടോടികൾ വന്നേക്കണതാ. ആ വീട്ടിലുണ്ട് ഇതുപോലെ വിരുന്നുകാർ. അവിടെ കിടന്നുറങ്ങാൻ രക്ഷയൊന്നുമില്ല. ഉടൻ തന്നെ ഓങ്ങ് കുറേയും കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ ആൾ സഞ്ചാരമൊന്നും ഇല്ലാത്ത പൂട്ടിയിട്ടേക്കണ ഒരു വീട് പോലെ കണ്ടു. വേഗം ഓങ്ങ ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ ഭൂതങ്ങളുടെ ഉപദ്രവമുണ്ട്. പറഞ്ഞാൽ ഏത് ഭൂതെങ്കിലും വരട്ടെ, എന്തായാലും ഇപ്പം മനുഷ്യരില്ലല്ലോ ഉപദ്രവിക്കാൻ എന്ന് കരുതി ഓങ്ങ ആ വീട്ടിൽ ചെന്ന് കയറി കിടന്നുറങ്ങി. ചെന്ന് കയറിയതിൻ്റെ പിന്നാലെ ഉറങ്ങി. അതേപോലെ തന്നെ പാതിരിയങ്ങൾ കഴിഞ്ഞപ്പോൾ തോന്നുന്നു അപ്പോഴേക്ക് കുറേ ഭൂതങ്ങൾ വന്ന്, വലിയ ഭൂതങ്ങൾ, അച്ഛൻ ഭൂതം, അമ്മ ഭൂതം, മക്കൾ ഭൂതം, ആങ്ങള ഭൂതം, എല്ലാ ഭൂതമായിട്ട് കുറേ ഭൂതങ്ങൾ വന്നു. അവർ വന്ന് പേരക്കകത്തൊക്കെ കയറി ഇങ്ങനെ മണപ്പിച്ച് നടന്നപ്പോൾ ഈ വട്ടം ഒരു മനുഷ്യനുണ്ട്. എവിടെയാണെന്നറിയില്ല, മനുഷ്യൻ്റെ മണം. നമുക്ക് ആ മനുഷ്യനെ പറത്തി ഓടിക്കണം ഇവിടുന്ന് എന്ന് കരുതി. നമുക്ക് അവനെ കല്ലെറിഞ്ഞ് ഓടിക്കാം എന്ന് കരുതി വലിയ ഭൂതം, അച്ഛൻ ഭൂതം ആദ്യം ഒരു കല്ലെടുത്തെറിഞ്ഞു. എവിടെയെന്ന് കാണാനില്ല, അടുത്ത കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ ഓങ്ങ് നല്ലോണം പുതച്ചു മൂടിയായിട്ടാണ് കിടക്കണേ, കണ്ടുകൂടാലും. വീണ്ടും എറിഞ്ഞു. ഇരുട്ടത്തല്ലേ, കിട്ടിയെടുത്ത് എറി. എല്ലാ ഭൂതങ്ങളും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഏതൊരു കല്ല് മേല് വന്ന് വീണ് ഇത്തിരി വേദന പറ്റിയപ്പോൾ ഓങ്ങ് ഉണർന്ന വഴിക്ക് എന്താ നടക്കണമെന്നൊന്നും ഓങ്ങിന് മനസ്സിലായില്ല. ഭൂതങ്ങൾ വന്നതും തന്നെ എണീപ്പിച്ച് ഓടിക്കാൻ കല്ലെറിയണതാണെന്നൊന്നും മനസ്സിലായില്ല. ഓങ്ങ അവിടെ കിടന്നുകൊണ്ട് ഉറക്കത്തിൽ എണീറ്റിട്ട് ഉറക്കനെ എന്ത് പറഞ്ഞെന്നറിയാമോ? ഉറങ്ങുന്നവനെ ഉപദ്രവിക്കുന്നോടാ, നിനക്കൊക്കെ ഭ്രാന്തുണ്ട്. ഞാനിവിടുന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ വീട് ഞാൻ കത്തിക്കും. അയ്യോ, ഇത് കേട്ട വഴിക്ക് ഭൂതങ്ങൾ പേടിച്ചു. അവർ പിന്നെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കല്ലും കൂടി അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്, ആ വീട്ടിലങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അവർ ഓട്ടം വിട്ട് ഓടി. ഓങ്ങാകട്ടെ പിന്നെ ഒരു ശല്യമില്ലാതെ അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. നേരം വെളിച്ചാൽ ഈ സൂര്യപ്രകാശ അകത്ത് വന്നു. പകലൊക്കെ തുറന്നു കിടക്കുക. ഓങ്ങ് നോക്കുമ്പോഴെന്താ, തനിക്ക് ചുറ്റും നിറയെ രത്നക്കല്ലുകൾ. ഈ ഭൂതത്തന്മാർ എറിഞ്ഞത് മുഴുവൻ രത്നക്കല്ലുകളായിരുന്നു. ഒന്നും വേണ്ടിയില്ല. ഓങ്ങ അതൊക്കെ തടുത്തൂട്ടി എടുത്ത് തൻ്റെ പുതപ്പിലങ്ങോട്ട് വാരി കൂട്ടി അതും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഒച്ച പിടിച്ചിട്ട് പോകാൻ പോയി. അപ്പോൾ ഭൂതത്തന്മാർ തനിക്ക് ഭാഗ്യം കൊണ്ടാണല്ലോ വന്നേ എന്ന് വിചാരിച്ച് വളരെ സന്തോഷിക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. ഭൂതത്തന്മാർ തന്ന ഭാഗ്യം, കൊണ്ടുവന്ന് തന്ന ഭാഗ്യം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. നന്ദി.